Hi all, my name is Rashmi. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂറോപ്യൻ വർക്ക് പെർമിറ്റ് ഹൗ ടു അപ്ലൈ ത്രൂ ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ് ആൻഡ് എനി അതർ വെബ്സൈറ്റ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസ്ബുക്ക് ആൻഡ് ട്വിറ്റർ ഇങ്ങനെയുള്ള കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആക്റ്റീവ് ആണ്. സോ അതിൽ വെച്ച് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ലിങ്ക്ഡ്ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ്. നമുക്ക് പ്രൊഫഷണലി നമ്മൾക്ക് നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, അതേപോലെ തന്നെ ഒരു ഗ്രോത്ത് എൻഹാൻസ് ചെയ്യണം, നമ്മുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും അതൊക്കെ നമുക്ക് എന്താണ് അതിൽ ഷോക്കേസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും, നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കറിയാം ഒരുപാട് ജോലി സാധ്യതകളും നമുക്ക് ലിങ്ക്ഡ്ഇൻ ത്രൂ കിട്ടുന്നുണ്ട്. ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട് ലിങ്ക്ഡ്ഇൻ വഴി ഇപ്പം സ്കിൽഡ് കാറ്റഗറീസിനാണെങ്കിൽ മോസ്റ്റ്ലി പല കൺട്രീസിൽ നിന്നും ഇപ്പം എന്താണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നത് ലിങ്ക്ഡ്ഇൻ ത്രൂ ആണ്. സോ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് കീ വേർഡ്സ് യൂസ് ചെയ്ത് അക്കൗണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഡേ ടു ഡേ ഒരു ആക്റ്റീവ് സ്റ്റാറ്റസ് കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ലിങ്ക്ഡ്ഇനിൽ മൊത്തം നമ്മൾ കാണുന്നതിൽ 3 ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനീൻ്റെ സൈഡിലുള്ള ആൾക്കാർ, അത് ഇൻക്ലൂഡിങ് ഇപ്പം HR പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കാം, കമ്പനിയിൽ തന്നെ പല പല സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഇൻവോൾവ്മെന്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇതാണ് ഈ കമ്പനീൻ്റെ സൈഡിൽ നിന്നുള്ളത്. നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ കമ്പനിയിൽ ഒരു ബിസിനസ് അനലിസ്റ്റ് റോളിൽ വർക്ക് ചെയ്യുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ എൻഡ് ടു എൻഡ് ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കാം. അതാണ് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം എൻഡോസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ റെക്കമെൻഡേഷൻസ് നമ്മുടെ സുപ്പീരിയർ ഓഫീസറിന്റെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മുടെ കൊളീഗ്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കാം. സോ അതുവഴി നമുക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സോ ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ മാനേജ്മെന്റ് സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്കൊരു വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും അവെയർ ആയിരിക്കും. ഇപ്പോൾ അവരിപ്പോൾ ഒരാളെ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പോസ്റ്റ് ഇപ്പം അവർ കമ്പനി ത്രൂ അവർ പോസ്റ്റ് ആ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ വേക്കൻസി അവർ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും അവിടെ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് അവെയർ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു വേക്കൻസിയിൽ ഒഴിവുണ്ടാകും, അല്ലെങ്കിൽ അപ്കമിങ് ഇയർ ഓർ മന്ത് ഇങ്ങനെ ഒരാൾ നമുക്ക് ഹയർ ചെയ്യേണ്ടി വരും. സോ അവർ നമ്മുടെ പ്രൊഫൈല് ഒരു റാൻഡം ആയിട്ട് വാച്ച് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ സ്കിൽ സെറ്റ് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങളുടെ പ്രൊഫൈൽ റെഫർ ചെയ്യാനായിട്ട് പറ്റും. സോ എപ്പോഴും ഒരു HR-നോ അല്ലെങ്കിൽ അവിടെയുള്ള എന്താണ് കോർ മാനേജ്മെന്റ് ടീമിനോ അല്ല, അവിടെയുള്ള എല്ലാ എംപ്ലോയീസും നമ്മുടെ പ്രൊഫൈൽ റെഫർ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് അപ്കമിങ് ഉള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ എല്ലാ എംപ്ലോയീസും, ഓരോ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും അവെയർ ആയിരിക്കും. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ ലിങ്ക്ഡ്ഇൻ യൂസ് ചെയ്യുന്നത് നമുക്ക് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കമ്പനീസിന്റെ പ്രൊഫൈൽസ് ആണ്. എല്ലാ കമ്പനിക്കും അവരുടേതായ ഒരു പ്രൊഫൈൽ ഉണ്ടാവും ലിങ്ക്ഡ്ഇനിൽ. അവർ മെയിനായിട്ട് ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ട്നേഴ്സ്, അവരുടെ B2B ക്ലയൻസ് അവരെന്തൊക്കെ സർവീസാണ് പബ്ലിക്കിന് ചെയ്തു കൊടുക്കുന്നത്, പബ്ലിക് അവയർനെസ് കൊടുക്കുന്നു, മൊത്തത്തിൽ ഇപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ കമ്പനീൻ്റെ ഒത്തൻറ്റിസിറ്റി മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കമ്പനീൻ്റെ ഓരോ കമ്പനിക്കും അവരെന്തൊക്കെ സർവീസാണ് ചെയ്യുന്നത്, അപ്പം എല്ലാ കാര്യങ്ങളും കമ്പനീൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ HR ടീമിൽ തന്നെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അതായത് HR പ്രൊഫഷണൽസ്, റിക്രൂട്ടേഴ്സ്, പിന്നെ ഓവർസീസ് ആയിട്ട് ഹയർ ചെയ്യുന്ന റിക്രൂട്ടേഴ്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ഉണ്ടായിരിക്കും. അതായത് ഒരു കമ്പനി റെപ്രസെന്റ് ചെയ്യാണ്ട് വരുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് റിക്രൂട്ടേഴ്സ് ഉണ്ടാവും. അവർ ഓവർസീസ് ആയിട്ട് ചിലപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഓവർസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ഉണ്ടായിരിക്കും. ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറിയാണ് ലിങ്ക്ഡ്ഇനിൽ നമ്മൾ മോസ്റ്റ്ലി കണ്ടുവരുന്നത്. ഇനി ലിങ്ക്ഡ്ഇനിൽ കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. കീ ഫീച്ചേഴ്സ് നമുക്ക് മോസ്റ്റ്ലി അറിയാം എന്തിനാണ് നമ്മൾ ലിങ്ക്ഡ്ഇൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. കാര്യം ലിങ്ക്ഡ്ഇൻ നമുക്ക് നമ്മുടെ ഒരു നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, പ്രൊഫഷണൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട് ലിങ്ക്ഡ്ഇനിൽ. അത് മെയിനായിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ സ്കില്ല് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ സ്കില്ല് മെൻഷൻ ചെയ്യുന്നതിൽ നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മളെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ സ്കിൽസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത്. സോ സ്കിൽസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ സ്കിൽസ് നമ്മൾ അവെയർ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവെയർനെസ് ഉണ്ടായിരിക്കണം ആ സ്കില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള. ബിക്കോസ് അത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസും വ്യൂ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ സ്കിൽസ് ആഡ് ചെയ്യുന്നത് വരുന്നത്. അവർ എപ്പോഴാണെങ്കിലും നമ്മളൊരു ജോബ് വേക്കൻസി വരുന്നുണ്ടെങ്കിലും അവരെപ്പോഴും നോക്കുന്നത് ഈ എംപ്ലോയി അവരുടെ ജോബ് വേക്കൻസി ആയിട്ടുള്ള ആ ഒരു ഓപ്പണിംഗിന് മാച്ച് ആവുമില്ല എന്നാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് സ്കിൽസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ആക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അതിന് കംപ്ലീറ്റ് അവെയർനെസ് ഉണ്ടാവണം. ഇനി കമ്പനീൻ്റെ സൈഡിലുള്ള അച്ചീവ്മെന്റ്സും നമുക്ക് ലിങ്ക്ഡ്ഇൻ വഴി അവർക്കും ക്ലയൻസിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരാളെ ഹയർ ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനി ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. അങ്ങനെ ഒരു പബ്ലിക്കിനെ അവെയർ ആക്കാനും അതേപോലെ നമ്മൾ ന്യൂ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ
ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് പെർമിറ്റിന്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ യൂറോപ്പിലാണ് നമ്മൾ ജോബ് നോക്കുന്നെങ്കിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യണം വെച്ചാൽ ലിങ്ക്ഡിൻ പ്രൊഫൈല് കംപ്ലീറ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യുക. അതേപോലെ തന്നെ സ്കിൽ സെറ്റും കാര്യങ്ങളെല്ലാം കീവേഡ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. സോ എംപ്ലോയറിനെ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പൊ യൂറോപ്പ് കൺട്രിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ ആ കമ്പനി ഡീറ്റെയിൽസ് നിങ്ങൾ ലിങ്ക്ഡിനകത്ത് ആഡ് ചെയ്യുക. ആ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കി നമുക്ക് ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സ്കിൽ സെറ്റ് അവരുടെ റിക്വയർമെന്റ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. സോ നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും അതുവഴി പോകും. പിന്നെ ബാക്കി ഇൻവിറ്റേഷനും എല്ലാം വരുന്നത് എംപ്ലോയർ ത്രൂ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ അല്ലാണ്ട് കുറേ ഏജൻസീസ് ഉണ്ട് യൂറോപ്യൻ കുറേ ഗ്ലോബലി അവർ ഹയർ ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ടാവും. പിന്നെ അല്ലാണ്ട് യൂറോപ്പിൽ മാത്രം ഹയർ ചെയ്യുന്ന കുറേ റിക്രൂട്ട്മെന്റ് കൺസൾട്ടിങ് കുറേ ഉണ്ടാവും. സോ അവർ ത്രൂ നമുക്കെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അവർ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ആക്കേണ്ടുള്ളത് ആ എംപ്ലോയർ ജെന്യുവൻ ആണോ, അയാൾക്ക് ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള എംപ്ലോയർ ആണോ എന്നാണ്. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ സീക്ക് ഔട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ലിങ്ക്ഡിനിൽ നോക്കുക. അയാൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആണോ നോക്കുക. മോസ്റ്റ്ലി എല്ലാം സ്കിൽഡ് കാറ്റഗറി തന്നെ ആയിരിക്കും ലിങ്ക്ഡിന്റെ കേസിൽ വരുന്നത്. സോ അപ്പോൾ ഡെഫിനറ്റ്ലി അവർ എന്തായാലും ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരിക്കണം. സോ ഈവൻ ഇഫ് അവർ ചുമ്മാ ഒരു ഫേക്ക് അക്കൗണ്ട് ലിങ്ക്ഡിനിൽ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് അവിടെ കണക്ഷൻസിന്റെ കൗണ്ട്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവര് ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അവര് എത്ര നാളെ ലിങ്ക്ഡിൻ യൂസ് ചെയ്തു, അവരുടെ ആക്റ്റീവ് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ലാസ്റ്റ് അവർ ഏതാണ് പോസ്റ്റ് ചെയ്തത്, ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഏത് പ്രോജക്റ്റ് ആണ് അവർ ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതും ആൻഡ് റീസെന്റ് വർക്ക് ചെയ്തെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അത് ത്രൂ നമുക്ക് അവരുടെ കംപ്ലീറ്റ് ഒതന്റിസിറ്റി നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളാണോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. സോ അതാണ് മോസ്റ്റ്ലി നമ്മൾ ലിങ്ക്ഡിന്റെ കേസിൽ ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട്. നമുക്ക് യൂറോപ്പിൽ ഒരു ജോബ് സീക്ക് ഔട്ട് ചെയ്യാനായിട്ട് വേറെ യൂറോപ്പിൽ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ റീസെന്റ് കുറേ ഓപ്പണിങ്സ്, അതായത് ഇപ്പം അൺസ്കിൽഡ് കാറ്റഗറീസ് ആണെങ്കിലും സ്കിൽഡ് കാറ്റഗറീസ് ആണെങ്കിലും നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസിന്റെ ലിസ്റ്റ് അറിയാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. അതാണ് ന്യൂറോസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. മോസ്റ്റ്ലി എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ന്യൂറോസ് ആപ്പ് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ ആൾക്കാർ ഈസി ആയിട്ട് ഗിവ് അപ്പ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും നമ്മൾ അവിടുത്തെ സിറ്റിസൺ ആണോ അല്ലയോ. ഓക്കെ, അപ്പൊ അത് കാണുമ്പോൾ വിചാരിക്കും ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്താലും കിട്ടില്ല എന്നുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും തോന്നും. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി അതിൽ പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവാത്തത്. പിന്നെ നമുക്ക് വേറൊരു തെറ്റിദ്ധാരണയുണ്ട്, അതിൽ നമുക്ക് ഭാഷ ഒരു പ്രശ്നം വരും. അപ്പൊ ലാംഗ്വേജ് ഇഷ്യൂസ് വരുന്നത് കാരണം നമുക്ക് ജോബിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല, ആ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നുള്ള ചൂസ് ചെയ്യുക. അപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ള ഏതൊക്കെ അൺസ്കിൽഡ് കാറ്റഗറീസിൽ ജോബ് ഉണ്ട്, സ്കിൽഡ് കാറ്റഗറിയിൽ ജോബ്സ് ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് കൗണ്ട് വെച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാൾട്ടയിൽ തന്നെയാണെങ്കിൽ നിയർ ടു 400 ജോബ്സിന്റെ വേക്കൻസീസ് അവിടെ ഉണ്ട്. അതായത് അൺസ്കിൽഡ് കാറ്റഗറി നിയർ ടു 400 സംതിങ് വരുന്നുണ്ട്. അതേപോലെ സ്കിൽഡ് കാറ്റഗറിയിൽ വേക്കൻസീസ് ഉണ്ട്. നമുക്ക് കൗണ്ട് വരെ നമുക്ക് എടുക്കാനായിട്ട് അതിൽ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോബ് വേക്കൻസീസ് വരുന്നത് ഇപ്പോൾ പേഴ്സൺ ഡെലിവറി ആയിട്ട്, സ്റ്റോക്ക് കീപ്പർ ആയിട്ട്, അൺസ്കിൽഡ് ഗാർഡനർ ആയിട്ട്, ഇങ്ങനെ കുറേ വേക്കൻസീസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് കൗണ്ട് വെച്ച് നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ജർമ്മനിയിൽ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, നെതർലൻഡ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പം കുറെ പൂൾ ഓഫ് അൺസ്കിൽഡ് കാറ്റഗറിയിലാണ് അവർ ആൾക്കാരെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിവപ്പ് ചെയ്യാണ്ട്, അതായത് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ആ ഏത് കൺട്രിയിലാണോ നമുക്ക് ആൾക്കാരെ കൂടുതൽ അൺസ്കിൽഡ് കാറ്റഗറിക്ക് ആൾക്കാരെ കൂടുതൽ വേണം എന്നുള്ളത് നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും എവിടെയൊക്കെയാണ് വേക്കൻസീസ് ആവശ്യമുള്ളത്, എവിടെയൊക്കെയാണ് വേക്കൻസീസ് കുറവ് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അതനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൊടുക്കുക. ദെൻ നമുക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് എലിജിബിലിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ജോബ് വേക്കൻസീസിന് ഒഴിവുള്ളത് എന്നുള്ളത് അവർ പറയും. ഓക്കെ, അതിൽ വരുന്നതാണ് ഇപ്പോൾ കൂടുതലും നെതർലാൻഡ്സിലൊക്കെ ആണെങ്കിൽ ഷെഫ്സിന്റെ അവൈലബിലിറ്റി കുറേ കാണിക്കുന്നുണ്ട്. നമ്മൾ റീസെന്റ് ചെക്ക് ചെയ്തതിൽ ഇങ്ങനെയാണ് അപ്ഡേറ്റ്സ് വന്നേക്കുന്നത്. സോ അപ്പോൾ ഡെൻമാർക്ക് ആണെങ്കിലും ഫിൻലൻഡ് ആണെങ്കിലും നമുക്കിങ്ങനെ ജോബ് നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങളത് നോക്ക്, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ ജോബ് മാക്സിമം ഈ വരുന്ന വേക്കൻസി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക.
പിന്നെ അൺസ്കിൽഡ് മാത്രമല്ല സ്കിൽഡ് കാറ്റഗറിക്കും ഉണ്ട്. ഇപ്പൊ മാൾട്ടയിൽ ഞാൻ പറഞ്ഞതുപോലെ അൺസ്കിൽഡ് മാത്രമല്ല, നെതർലൻഡ്സിലും അൺസ്കിൽഡ് മാത്രമല്ല, ഈ പറഞ്ഞ കൺട്രീസിലെല്ലാം സ്കിൽഡ് കാറ്റഗറിയിലും ആൾക്കാരെ വേണം. പിന്നെ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ എല്ലാവരും പറയും നമ്മൾ അയച്ചാലും ഇതുപോലെ അവര് നമുക്ക് ഇന്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് ഫർദർ പ്രൊസീജിയേഴ്സ് ഒന്നും നടക്കില്ല എന്നൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ആളെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള ജോബ് ബോർഡ്സിൽ അവർ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ആളെ കിട്ടാൻ ആവശ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് അവിടുത്തെ സിറ്റിസൺ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ആപ്പിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കാര്യം ഒരുപാട് അതിൽ വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി അടുത്ത് പറയുന്നത് ഇൻഡീഡ് ആണ്. ഇൻഡീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കിൽഡ് കാറ്റഗറിയിൽ നമ്മൾ നോക്കുന്നെങ്കിൽ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ അക്കൗണ്ട് ആദ്യം നമ്മൾ ജസ്റ്റ് കോൺഫിഗർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിടുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് അനലിസ്റ്റിന്റെ റോളാണ് നോക്കുന്നെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ടൈറ്റിൽ കോലൻ കൊടുക്കുക, ടൈറ്റിൽ കോലൻ ദെൻ ബിസിനസ് അനലിസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുക. അങ്ങനെ ആയിരിക്കണം സെർച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കീവേഡ്സ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് റോൾസ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ അത് സ്ക്രീനിൽ അപ്പിയർ ആയിട്ട് വരും. ഓക്കെ, അത് നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് നമ്മൾ ചൂസ് ചെയ്യുക. അതിപ്പം ഏതാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുക. അതിൽ അവർ ഏതൊക്കെ സ്കിൽസ് ആണ് പർട്ടിക്കുലർലി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേജർ ആയിട്ട് വേണ്ടുന്ന സ്കിൽ സെറ്റ് ഏതൊക്കെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും. സോ അപ്പോൾ അതിൽ വരുന്ന സിമിലർ ആയിട്ടുള്ള സ്കിൽ സെറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ സ്കിൽ സെറ്റ് മെൻഷൻ ചെയ്തേക്കുന്നതിൽ സിമിലർ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ വേണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവര് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ വെക്കുന്ന എന്തൊക്കെ സ്കിൽ സെറ്റ് ആണോ അത് അതേപോലെ നമ്മളിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ആക്കണം ഈ പറഞ്ഞ സ്കിൽ സെറ്റ് നിങ്ങൾ വെറുതെ ആഡ് ചെയ്താലും ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്തായാലും അവർ ആ ഒരു നോളജ് അവർ ടെസ്റ്റ് ചെയ്യും. സോ ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ സ്കിൽ സെറ്റിനെ കുറിച്ച് ഈവൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് അവെയർ ആയിരിക്കണം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. സോ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ വൺസ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട പൊസിഷൻ ടൈറ്റിൽ കോലൻ ദെൻ ആ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക, കോലൻ ബിസിനസ് അനലിസ്റ്റ് എന്ന് വെക്കാം, ദെൻ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള ജോബ്സ് വരും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ സ്കിൽ സെറ്റ് ആണെന്ന് നോക്കുക. സ്കിൽ സെറ്റ് നോക്കിയതിന് ശേഷം നമ്മളുടെ സ്കില്ലുമായിട്ട് റിക്വയർമെന്റ്സ് മാച്ച് ആവുന്നില്ലെങ്കിൽ ആ റിക്വയർമെന്റ്സ് സ്കിൽസിന് നമ്മൾ മാച്ച് ആക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ എന്താണ് റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്മളിലോട്ട് മാറ്റുക. അപ്പോൾ മാറ്റിയതിനു ശേഷമാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് പഠിക്കുകയെങ്കിലും ചെയ്യാം. സോ ഇതൊരു ട്രിക്കാണ്. ഇങ്ങനെ നമുക്ക് ലിങ്ക്ഡിനിൽ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കമ്പനിയിൽ ഇഷ്ടപ്പെട്ട ജോബ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോകണമെന്നാണെങ്കിലും അതിൽ ഓപ്പണിങ്സ് ഉള്ളതിൽ നമ്മുടെ സ്കില്ലുമായിട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് ആവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇൻഡീഡ് അങ്ങനെ സെറ്റ് ഔട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ജോബ്സ് ഇപ്പം ഇവിടെയാണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ സ്കിൽസ് ജസ്റ്റ് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ സ്കിൽസ് മാച്ച് ആവുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ആക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യം അതിനെക്കുറിച്ച് നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാം. ദെൻ രണ്ടാമത് നമുക്കിപ്പം അതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ജസ്റ്റ് ഒരു അവയർനെസ് എങ്കിലും മാറ്റി വെക്കാം. ഓക്കെ, ഇത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ജസ്റ്റ് ഒരു ട്രിക്ക് നമുക്ക്. അതായത് ഇപ്പോൾ റിക്രൂട്ടേഴ്സ് നോക്കിയാലും അവര് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്കിൽ സെറ്റ് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് മാച്ച് ആവാനായിട്ട് പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഒരു ട്രിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു. ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്ന് പറഞ്ഞു, സ്കിൽസിനെ കുറിച്ച്. ഇതാണ് ഇൻഡീഡിന്റെ കാര്യം. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 പ്ലാറ്റ്ഫോം, അതായത് ലിങ്ക്ഡിൻ, ഇൻഡീഡ് പിന്നെ യൂറോസ് എന്ന് പറഞ്ഞു, ഇതിന് 3ഉം നമ്മളിപ്പോൾ യൂറോപ്യൻ ഒരു നേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷുവർ നമുക്കൊരു യൂറോപാസിന്റെ കവർ ലെറ്ററും യൂറോപാസിന്റെ സിവിയും വേണം. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് സെറ്റ് ആക്കാൻ നോക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ യൂറോസിലാണ് കുറച്ചും കൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ബിക്കോസ് അതിൻ്റെ അൺസ്കിൽഡ് കാറ്റഗറീസിലാണ് ആൾക്കാർ നോക്കുന്നെങ്കിൽ കൗണ്ട്സ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഈസിലി ഗിവ് അപ്പ് ആവാതെ കുറച്ച് പേഷ്യൻസ് കൊടുത്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്പണിങ്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ജോബ്സ് സീക്കാനായിട്ട് വേറെ ഏതെങ്കിലും സൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.